ഇവിടെയായിരുന്നു തിരുവനന്തപുരം നഗരസഭയുടെ വിളപ്പിൽച്ചാല ചവർ ഫാക്ടറി ഉണ്ടായിരുന്നത്. 2011 വിളപ്പിൽച്ചാല ചവർ ഫാക്ടറി വലിയ പ്രക്ഷോഭങ്ങൾക്കൊടുവിൽ പൂട്ടി. പക്ഷേ 2022 തിരുവനന്തപുരം നഗരസഭ അവരുടെ 40 ഏക്കർ വരുന്ന ഈ സ്ഥലത്ത് ഒരു ടൗൺഷിപ്പ് നിർമ്മിക്കുമെന്ന് പ്രഖ്യാപനം നടത്തി. 11 നിലകളുള്ള ഫ്ലാറ്റ് സമുച്ചയങ്ങൾ നിർമ്മിക്കാനാണ് നഗരസഭ തീരുമാനിച്ചത്. 3 വർഷം കൊണ്ട് അവയുടെ വിതരണം തുടങ്ങാനും ആലോചിച്ചിരുന്നു. ഇവിടെയാണ് തിരുവനന്തപുരം നഗരസഭ ആസൂത്രണം ചെയ്ത ടൗൺഷിപ്പ് ഉയരേണ്ടിയിരുന്നത്. പക്ഷെ ഉണ്ടായോ? കണ്ടില്ലേ, പഴയ ചവർ ഫാക്ടറി അവിടെ തന്നെയുണ്ട്. ഇവിടെ ഒരു ടൗൺഷിപ്പും ഉണ്ടായില്ല. 2022 താല്പര്യപത്രം ക്ഷണിച്ചു, അതിനപ്പുറത്തേക്ക് ഒരു നീക്കങ്ങളും ഉണ്ടായില്ല. ഒരു കാലത്ത് മാലിന്യ സംസ്കരണത്തിന്റെ പേരിൽ ഒട്ടേറെ ജനകീയ പ്രക്ഷോഭങ്ങൾ നടന്ന കേരളത്തിലെ പലയിടങ്ങളിലും മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ വിളപ്പിൽച്ചാലയിൽ മാത്രം ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല. അന്നത്തെ മാലിന്യങ്ങൾ ഭൂമിക്കടിയിൽ കുന്നുകൂടി കിടപ്പുണ്ട്. മിനി ടൗൺഷിപ്പ് സ്ഥാപിക്കപ്പെട്ടെങ്കിൽ ഇവിടെ എന്തു വരുമായിരുന്നു? താമസത്തിനുള്ള ഫ്ളാറ്റുകൾ വരുമായിരുന്നു, കൺവെൻഷൻ സെന്റർ നിർമ്മിക്കുമായിരുന്നു, പാർക്കിംഗ് യാർഡുകൾ വരുമായിരുന്നു, പ്രകൃതി സൗഹൃദമായ പാർക്കുകൾ സ്ഥാപിക്കുമായിരുന്നു. കണ്ടാലൊരു വലിയ സ്റ്റേഡിയം പോലെയില്ലേ? മിനി ടൗൺഷിപ്പ് സ്ഥാപിക്കപ്പെട്ടിരുന്നെങ്കിൽ ഇവിടെ കായിക പരിശീലന കേന്ദ്രം ഉണ്ടാകുമായിരുന്നു. പക്ഷേ ഇതൊന്നും തന്നെ വിളപ്പിൽച്ചാലയിലെ നിവാസികൾക്ക് ലഭിച്ചിട്ടില്ല. വെളുപ്പിൽ ഗ്രാമവാസികൾ അനുഭവിച്ച ദുരിതത്തിന്റെ ബാക്കി പത്രങ്ങളാണ് ഇപ്പോഴും കാണുന്നത്. മാലിന്യത്തിന്റെ വലിയ ബോംബായി മാറിയതും ഇവിടമാണ്. ചവർ ഫാക്ടറിയിൽ നിന്ന് ഒഴുകിയിറങ്ങിയിരുന്ന മലിനജലം ഈ നാട്ടുകാരെ മുഴുവൻ രോഗികളാക്കിയിരുന്നു. ഈ നാട്ടിലെ ജലസ്രോതസ്സുകൾ മുഴുവൻ മലിനമാക്കിയിരുന്നു. ആ കാലമെല്ലാം കഴിഞ്ഞു. അവർ പുതിയ ജീവിതം കെട്ടിപ്പടുക്കുകയാണ്. ഇവിടെ സർവകലാശാല അടുത്തു വന്നു. വിളപ്പിൽച്ചാലയിൽ മാലിന്യ സംസ്കരണ ഫാക്ടറി ഉണ്ടായിരുന്നപ്പോൾ സമീപവാസികളെല്ലാം തന്നെ ദുരിതത്തിലായിരുന്നു. പലരും അവരുടെ വീടുകൾ ഉപേക്ഷിച്ചു പോയി. പക്ഷേ ഫാക്ടറി പോയതോടെ തന്നെ പലരും പുതിയ വീടുകൾ വെച്ചു. ഈ ഫാക്ടറിയുടെ ദുരിതം മുഴുവൻ അനുഭവിച്ച ജനത ഇവിടെയുണ്ട്. അതിലൊരാളാണ് ഈ ചേച്ചി. ഈ ഫാക്ടറിയുടെ കവാടത്തിൽ താമസിക്കുന്ന ആളല്ലേ? ഭയങ്കര സ്മെല്ല്, ഈച്ച, കൊതു എല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ ഭയങ്കര ദുരന്തമായിരുന്നു. ദുഷ്പേരൊക്കെ മാറി. ഇപ്പൊ ഇവിടെ ഒരു യൂണിവേഴ്സിറ്റി വരുന്നു. മിനി ടൗൺഷിപ്പ് തിരുവനന്തപുരം നഗരസഭ സ്ഥാപിക്കുമെന്നൊക്കെയുള്ള ആലോചനയൊക്കെ ഉണ്ടായിരുന്നു. വന്നില്ല, വരും എന്നാണ് പറയുന്നത്. ചവർ ഫാക്ടറിയുടെ സ്ഥാനത്ത് ഒന്നും ഉയർന്നില്ല. വിളപ്പിൽച്ചാല എന്ന് കേട്ടാൽ നാട്ടുകാർ മൂക്കുപൊത്തുന്ന ഒരു കാലമുണ്ടായിരുന്നു. അങ്ങനെ ഉണ്ടായിരുന്ന ഒരു ജനതയ്ക്ക് മേൽവിലാസം ഉണ്ടാക്കി കൊടുത്തത് ഈ കാണുന്ന ഭൂമിയാണ്. APJ അബ്ദുൽ കലാം സാങ്കേതിക സർവകലാശാലയ്ക്കായി സംസ്ഥാന സർക്കാർ ഏറ്റെടുത്ത 100 ഏക്കർ ഭൂമി. 2023 സർക്കാരിന്റെ PRDയുടെ ഒരു അറിയിപ്പാണ്. സാങ്കേതിക സർവകലാശാലയ്ക്കായി 100 ഏക്കർ ഭൂമി ഏറ്റെടുക്കുന്ന നടപടി പൂർത്തിയാക്കിയ വിവരം. ഈ അറിയിപ്പിൽ ഒരു കാര്യം സർക്കാർ പറയുന്നു: സാങ്കേതിക സർവകലാശാലയുടെ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിന്റെ നിർമ്മാണം 2 മാസത്തിനുള്ളിൽ ആരംഭിക്കുമെന്ന്. ഏറ്റെടുത്ത ഭൂമിക്ക് 374 കോടി രൂപ നഷ്ടപരിഹാരം നൽകി 2 വർഷമായിട്ടും ഇനിയും അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക് ഉയർന്നിട്ടില്ല. ആകെ ഉണ്ടായത് ഈ കാണുന്ന ചുറ്റുമതിലും പിന്നെ പഴയ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന APJ അബ്ദുൽ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി എന്ന ക്യാമ്പ് ഓഫീസുമാണ്. പിന്നെ ഏക ആശ്വാസം തിരുവനന്തപുരം നഗരത്തിൻ്റെ മാലിന്യവാഹിനി എന്ന ദുഷ്പേര് വിളപ്പിൽച്ചാലയ്ക്കും ഇവിടുത്തെ ജനങ്ങൾക്കും മാറിക്കിട്ടി എന്നതാണ്. ക്യാമറമാൻ സജികുമാറിനൊപ്പം പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.